തലകളും ഉരുളുമെന്ന് മാത്രമല്ല, പിണറായി സർക്കാരിനെ നിയമം ലംഘിച്ച് കോടികൾ ദൂർത്തടിച്ച ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നത് കേസുകളും ജയിലും. ഇറങ്ങും മുൻപ് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിനെ പുകഴ്ത്താൻ ഇഷ്ടമാധ്യമങ്ങൾക്ക് നൽകിയത്. കടലാസിൽ മാത്രമുള്ള ഇടതുപക്ഷ നേതാക്കളുടെ ഏറാൻ മൂളി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയതും കോടികൾ. PRD ഫണ്ട് തട്ടാൻ മാത്രം പേരും രജിസ്ട്രേഷനും നിലനിർത്തുന്ന ഓൺലൈൻ പത്രങ്ങൾക്കും നൽകി വൻ തുക. സർക്കാരിനെ പുകഴ്ത്താനും ഇലക്ഷൻ വർക്കിനുമായി ഇറങ്ങും മുൻപ് ഓൺലൈൻ മീഡിയകൾക്ക് 12 കോടിയോളം നൽകി. ഏറ്റവും വലിയ അഴിമതി ഉണ്ടായത് കരാറില്ലാതെയാണ് പല വർക്കുകളും വീണ്ടും ചെയ്തതും ചിലവിട്ടതും. അഴിമതിയുടെ കൂത്തരങ്ങായി PRD. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകന്റെ കമ്പനിക്ക് അച്ചടി ദൃശ്യ പ്രചാരണ കരാറുകൾ ടെൻഡറുകൾ ഇല്ലാതെ നൽകി. ഇഷ്ടമാധ്യമങ്ങൾക്ക് കോടികൾ സർക്കാരിനെ പുകഴ്ത്താൻ നൽകി. ഇറങ്ങും മുൻപ് ഇടത് ഡിജിറ്റൽ തള്ളിന് CPM അനുകൂല ഹാൻഡിലുകൾക്ക് 12 കോടി നൽകിയെന്നും വിവരം. PRD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് UDF ഇലക്ഷൻ വാഗ്ദാനമായിരുന്നു. ഇത് സൂക്ഷ്മമായി വിലയിരുത്താനും നടപടികളിലേക്ക് കടക്കാനും VD സതീശൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. PRD നടത്തിയ 10 വർഷത്തെ ധൂർത്തും ഫണ്ടും കർശന ഓഡിറ്റിംഗിന് വിധേയമാക്കും. LDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത PRD വകുപ്പിലാകും സതീശൻ സർക്കാർ ആദ്യ ശുദ്ധീകരണം നടത്തുക. PRD ഡയറക്ടർ TV സുഭാഷ് IAS-ഉം ഡെപ്യൂട്ടി ഡയറക്ടർ K സുരേഷ് കുമാറുമാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നോട്ടപ്പുള്ളികളായുള്ളത്. LDFന് വേണ്ടി സർവേ നടത്താനും പാർട്ടി വോളണ്ടിയർമാർക്ക് പ്രതിഫലം നൽകാനുമായി PRD കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിരുന്നു. ഈ ദുർവ്യയത്തിന് PRD ഉദ്യോഗസ്ഥർ കണക്ക് പറയേണ്ടി വരുമെന്ന കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് വേളയിൽ മുന്നറിയിപ്പും നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ മകന്റെ കമ്പനിക്ക് PRDയുടെ അച്ചടി ദൃശ്യ പ്രചാരണ കരാറുകൾ ടെൻഡറുകൾ ഇല്ലാതെ നൽകിയ വൻ അഴിമതിയുടെ സൂത്രധാരന്മാർ ഡയറക്ടർ സുഭാഷും സുരേഷ് കുമാറുമാണ്. PRD കരാറുകളുടെ കമ്മീഷൻ തുക ഉദ്യോഗസ്ഥർ വീതിച്ചെടുക്കുകയായിരുന്നു രീതി. കമ്മീഷൻ തുക വിനിയോഗിച്ച് സുരേഷ് കുമാർ ഫ്ളാറ്റ് വാങ്ങിയതിനെതിരെ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ വീടോ ഫ്ളാറ്റോ വാങ്ങുമ്പോൾ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കി വകുപ്പിന്റെ അനുമതി വാങ്ങണമെന്ന ചട്ടം പാലിച്ചിരുന്നില്ല. വിജിലൻസ് അന്വേഷണം ഉണ്ടായപ്പോൾ 2 വർഷം മുൻപ് വാങ്ങിയ ഫ്ളാറ്റിന് സുരേഷ് കുമാർ വൈകി നൽകിയ അനുമതി അപേക്ഷ ചട്ടം കാറ്റിൽ പറത്തി പൂർവ്വകാല പ്രാബല്യത്തോടെ അംഗീകരിക്കുകയായിരുന്നു. ഭരണമാറ്റമുണ്ടായാൽ ഇതൊക്കെ കുത്തിപ്പൊക്കാൻ തയ്യാറെടുക്കുകയാണ് UDF സർവീസ് സംഘടനകൾ. കോൺഗ്രസ് അനുഭാവികളെ മാത്രമല്ല, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഇടത് അനുഭാവി ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ 10 വർഷമായി PRD സ്ഥലമാറ്റ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന PRD ഡയറക്ടറേറ്റിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ തിരഞ്ഞുപിടിച്ചാണ് നിയമിച്ചിരുന്നത്. എതിരഭിപ്രായം ഫയലിൽ രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെ വച്ചുപറപ്പിച്ചിരുന്നില്ല. PRDയിലെ CPM സെൽ ഭരണത്തിന് തിരിച്ചടി നൽകി ഡയറക്ടറേറ്റിലെ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ UDF സർവീസ് സംഘടനാ നേതാക്കൾ പദ്ധതിയിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.